നമ്മൾ അഫാന്റെ കേസ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ടിരുന്നു. അതെ. നമ്മൾ അപ്പോ ചർച്ച ചെയ്തതാണ്. അതെ, ഒരുപാട് എല്ലാവരും കുടുംബ ബന്ധങ്ങളെ പറ്റി ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് അഫാന്റെ വിഷയം. അതിനെല്ലാം ശേഷം വീണ്ടും അടുത്ത അതേപോലെ ഒരു വിഷയം നടന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഹുലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ പറയും. പക്ഷേ ആ കൂടുമ്പോഴുള്ള ഇമ്പമൊക്കെ ഈ പറയുന്ന വാക്കുകളിൽ നിന്നിപ്പം ഒഴിഞ്ഞിറങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നത് എന്താ പറയുന്നത് മൈക്രോയായി അണു കുടുംബങ്ങളായി മാറി. ഒരച്ഛൻ, അമ്മ, ഒരു കുട്ടി. കൂടിപ്പോയി കഴിഞ്ഞാൽ 2 കുട്ടികളാണെങ്കിലും ഈ 2 കുട്ടികളും പരസ്പരം ഇവർക്ക് തമ്മിലൊരു ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരവസ്ഥ. ഒരാൾ അമ്മയുടെ പക്ഷത്താണെങ്കിൽ ഒരാൾ അച്ഛൻ്റെ പക്ഷത്ത്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അച്ഛനും അമ്മയും ഈ മക്കളെ വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കോർത്ത് നടക്കാനും ഒരാൾക്കൊരാൾ തുണയായിട്ടിരിക്കാനുമാണ്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഏറ്റവും എളുപ്പം എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നതാണ്. എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ സഹോദരനും തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസം തികച്ചില്ലാത്ത ആൾക്കാരാണ് അവർ. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് തന്നെ അവർ സഹോദരങ്ങൾ എന്നതിലുപരി ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ആളാണ്. ഈ കൊറോണ കഴിഞ്ഞ 2022-23 കാലഘട്ടത്തിലാണ് അച്ഛൻ്റെ സഹോദരൻ മരിക്കുന്നത്. അതിനുശേഷം എൻ്റെ അച്ഛൻ ശാരീരികമായും അതുപോലെ തന്നെ മാനസികമായും വളരെയധികം തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിരുന്നു. കാരണം ഇവർ അത്രയും ഇണപിരിയാതെ നടന്നാണ്. ഏകദേശം ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് തന്നെ ഇവർ ഒന്നിച്ചുള്ളവർ, ഇവർക്ക് തമ്മിൽ അത്രയും പ്രായവ്യത്യാസമില്ല. അങ്ങനെയുള്ള ഒരു ബോണ്ടിങ് കണ്ടു വളർന്നൊരു വ്യക്തിയാണ് ഞാൻ ഒറ്റമകനാണെങ്കിലും എൻ്റെ ഏറ്റവും വലിയ സങ്കടവും എനിക്ക് അങ്ങനെ ഒരു സഹോദരങ്ങളില്ല എന്നുള്ള ഏറ്റവും വലിയൊരു സങ്കടം ഇപ്പോഴും മനസ്സിലുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഇടുക്കി നെടുങ്കണ്ടം പച്ചടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വരുന്നത്. അമ്മയും സഹോദരനെയും ഒരു യുവാവെന്ന് പറയാൻ പറ്റില്ല, ഒരു മധ്യവയസ്കൻ, 43 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ, അയാൾ അമ്മയും സഹോദരനെയും കൊന്ന് കുഴിച്ചു മൂടി, അതും 17 ദിവസം മുൻപ്. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഞാനിവിടെ ചർച്ചയായിട്ട് കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ച് ഒഴിവാക്കി വെച്ചിരുന്ന ഒരു വാർത്തകളാണ്. കാരണം കൂടുതലും രാഹുലിനറിയാം, ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ക്രൈം ന്യൂസുകളാണ്. അപ്പോൾ അഫാൻ്റെ കേസ് തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നത് നമുക്ക് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. കാരണം അനിയന് അവന് ഏറ്റവും പ്രിയപ്പെട്ട മന്തി മേടിച്ച് കൊടുത്ത് അത് കഴിച്ച് അവൻ പൂർത്തിയാക്കുന്നതിനിപ്പുറം അവനെ ആക്രമിച്ച് കൊന്ന ആ ഒരു ക്രൂരത. ആ ജ്യേഷ്ഠനെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ജ്യേഷ്ഠൻ അവനെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ എല്ലാം കൈവിട്ടു പോകുന്നൊരവസ്ഥ. പക്ഷെ ഇവിടെയും ഈ കഥയിലേക്ക് വരുമ്പോൾ, ഈ പറയുന്ന പച്ചടിയിലെ സംഭവത്തിലേക്ക് വരുമ്പോഴും സമാനമായ വിഷയങ്ങളാണ്. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും 2 ആൺമക്കൾ, ഒരു സഹോദരിയും ഉണ്ട്. അച്ഛൻ മാത്യു സുവിശേഷ പ്രസംഗികനായിരുന്നു. അയാളെ 2018 കാണാതാവുന്നു. അയാൾ സാധാരണ സുവിശേഷ പ്രസംഗമായിട്ട് 1-2 ഒക്കെ ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു ദിവസം ഒരു പോക്ക് പോയ മാത്യു തിരിച്ചു വരുന്നില്ല. പിന്നെ ഉള്ളത് ഈ 2 ആൺമക്കളും അമ്മയും. സഹോദരിയെ കല്യാണം കഴിച്ചു വിടുന്നു. ഇവർ മദ്യപിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ സഹോദരങ്ങൾ തമ്മിൽ എന്നും പ്രശ്നമാണ്. അവരുടെ പേര് റെജി സജി എന്നാണ്. മരണപ്പെട്ട ആളുടെ പേര് റെജി, അമ്മയുടെ പേര് മേരി, പൊന്നൂട്ടിൽ മേരിക്കുട്ടി എന്ന് വിളിക്കും. മേരി എന്നാണ് പേര്. 71 വയസ്സാണ്. ഈ റെജിക്ക് എനിക്ക് തോന്നുന്നു 54 വയസ്സാണ്. റെജിക്ക് 54, ഈ സജിക്ക് 43 വയസ്സ്. അപ്പം ഏകദേശം 11 വയസ്സിൻ്റെ വ്യത്യാസം ചേട്ടനും അനിയനും തമ്മിലുണ്ട്. ഇവർ ഈ റെജി എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റ് ഇതിലൊക്കെ ഭയങ്കര പ്രാവീണ്യമുള്ള ആളാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അനൗൺസ്മെൻറ്റിൽ പോകുന്നതാണ്. മൈക്ക് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇയാളെ ഇലക്ഷൻ വരേക്കും എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇയാളുണ്ടായിരുന്നു. ഇലക്ഷന് ശേഷം ഇയാളെ കാണുന്നില്ല, അമ്മയും കാണുന്നില്ല. അപ്പം ഈ സജി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് രോഗം കൂടി, അതുകൊണ്ട് ചികിത്സിക്കാനായിട്ട് ദൂരെടുത്ത് കൊണ്ടാക്കിയിരിക്കുകയാണ്. ചേട്ടൻ അങ്ങോട്ടേക്ക് പോയി. ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ല, 41 വയസ്സായിട്ടും. പിന്നെ ഇയാൾ പറയുന്നു അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്, എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞ് ഓടി നടന്ന് കല്യാണം വിളിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു കല്യാണം നടന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് ആ കുടുംബത്തിൽ മരണം നടന്നുകൊണ്ട് കല്യാണം മാറ്റി വയ്ക്കുന്നു. ഇപ്പം ദിവസങ്ങൾ കടന്നു പോകുന്നു, മേരിയെ കാണുന്നില്ല, റെജിയെ കാണുന്നില്ല. അപ്പോൾ സഹോദരിക്ക് എന്തോ ഒരു സംശയം വന്നിട്ട് സഹോദരി നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നു. അങ്ങനെ നാട്ടുകാർ ആദ്യം വന്ന് തെരച്ചിൽ നടത്തുമ്പോൾ സജി യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ല തിണ്ണയിലിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെ കണ്ടതോടുകൂടി സജി വീട്ടിനകത്തേക്ക് കയറിപ്പോയി. അപ്പം ഈ മണ്ണ് വീടിൻ്റെ താഴെ മാറിക്കിടക്കുന്നൊരു കണ്ടൊരു സംശയം തോന്നി. അപ്പോൾ അതിൻ്റെ സൈഡ് മുഴുവൻ ഏലത്തോട്ടമാണ്. ഏലത്തോട്ടത്തിൻ്റെ സൈഡിലാണ് ഈ മണ്ണ് മാറിക്കിടക്കുന്നത്. അപ്പം ഇത് കണ്ട് സംശയം തോന്നി ഇവർ പോലീസിനെ വരിച്ചു. അപ്പോൾ പോലീസ് വരുമ്പോൾ
ഒരു തോളിലൊരു ബാഗുമായിട്ട് സജി എങ്ങോട്ടുള്ള യാത്രയ്ക്ക് നിൽക്കുകയാണ്. പോലീസിനെ കണ്ടോടുകൂടി സജി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഇവരുടെ വീടിന്റെ തൊട്ട് പുറകിലൊരു മലയാണ്. ആ മലയുടെ നടുക്കൂടിയാണ് നെടുങ്കണ്ടം വഴി പോകുന്ന റോഡ്. ഈ 2 മലകൾക്കിടയിലൂടെ നെടുങ്കണ്ടം പോകുന്ന റോഡാണ്. ഇയാൾ അവിടേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇയാളെ സെർച്ച് ചെയ്യേണ്ട ഒരു ടീമിനെ അയച്ചതിന് ശേഷം ഈ മണ്ണ് ഇളകി കിടന്നെടുത്ത് സംശയം തോന്നി മാറ്റുമ്പോൾ ഒരു പുരുഷന്റെ കാൽപ്പത്തി വെളിയിലേക്ക് വരുവാണ്. 17 ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹത്തിന്റെ കാൽപ്പത്തി പുറത്തേക്ക് വരുവാണ്. അവിടെ തൊട്ട് കേരളം നടുങ്ങിയ ആ വാർത്ത തുടങ്ങുകയാണ്. നെടുങ്കണ്ടത്ത് ഇരട്ട കൊലപാതകം. അമ്മയുടെയും മകൻ്റെയും ശരീരം ഒരു കുഴിക്കുള്ളിൽ. ഇളയ മകനെ പോലീസ് തിരയുന്നു. ഇയാൾ 2 ദിവസം ഒരു ദിവസം ഇയാൾ ഒളിവിൽ പോകുന്നു. ഇയാൾ തൊട്ടടുത്തുള്ളൊരു ഏലത്തോട്ടത്തിൽ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ പോലീസ് നായ, അതുപോലെ തന്നെ ഡ്രോണ്, ഇതൊക്കെ ഉപയോഗിച്ച് ഈ മലയുടെ ഭാഗത്ത് തെരച്ചിൽ നടത്തിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇനി തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇയാൾ അവിടെ നിന്ന് നേരെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിലെത്തി അവിടുത്തെ കടയിലെ സ്ത്രീയോട് പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുമ്പോഴേക്കും നാട്ടുകാർ കൂടി ഇയാളെ പിടിച്ചു കെട്ടുകയാണ്. അപ്പം ഇയാളാണ് ചെയ്തത് കൺഫേമായി. പിന്നീടും ഈ വാർത്ത നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല. കാരണം ഈ സ്ഥിരം ഇതേപോലുള്ള വാർത്തകൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ സാറിന് രാഹുലിന് അറിയാമല്ലോ, ഒരു ന്യൂസ് വരുമ്പോൾ ഞാൻ രാഹുലിനോട് രാഹുൽ നമുക്ക് ഇരിക്കാം, ഇത് ഞാൻ കൊണ്ടുവരായിരുന്നു, ഇതെനിക്ക് ചെയ്യാനായിട്ടൊരു താല്പര്യമില്ലായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നിയ സംഭവങ്ങൾ ഈ മൊഴിയോട് കൂടിയാണ് എനിക്ക് വരുന്നത്. ഈ സജിക്ക് വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുള്ളൊരു വ്യക്തിയാണ്. വിവാഹം കഴിക്കണം, പക്ഷേ 43 വയസ്സായിട്ട് വിവാഹം നടക്കുന്നില്ല. ഈ റെജി സജിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കത്തില്ല. സജി സ്വാഭാവികമായിട്ട് ചോദിക്കുവാണ്, എന്താണ് ഞാൻ വിവാഹം കഴിച്ചത് എന്താണ്? അപ്പം ഈ പറയുന്ന സജിയോട് റെജി പറയുന്ന ആ ഒരു ഉത്തരം വളരെ വിചിത്രമായതാണ്. ഒരു മകനും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വിചിത്രമായ ന്യായമാണ് റെജി പറയുന്നത്. നീ എൻ്റെ അച്ഛൻ്റെ മകനല്ല, നീ എൻ്റെ അമ്മയ്ക്ക് വേറെ ആരെല്ലാം ഉണ്ടായതാണ്, നിനക്ക് സ്വത്ത് തരാനൊന്നും പറ്റുന്നില്ല, നീ ഒരു പെണ്ണെ കിട്ടി ഇങ്ങോട്ട് കൊണ്ടിരുന്നതിന് എന്തർത്ഥത്തിലാണ് കൊണ്ടിരുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ മാതാവ് എന്നാൽ ഈ 2 മക്കൾക്കും ഇടയിൽ നിന്ന് ഇവരെ പറഞ്ഞ് സമന്വയിപ്പിക്കേണ്ട മാതാവ് ഒരു പക്ഷത്തേക്ക് ചേരുകയാണ്, മൂത്ത മകൻ്റെ പക്ഷത്തേക്ക് ചേരുകയാണ്. സ്വാഭാവികമായും ഈ 2 മക്കളുള്ള കുടുംബത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കുടുംബ ബന്ധങ്ങളുടെ തീവ്രതയിൽ മാതാപിതാക്കൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളൊരു വിഷയം അവിടേക്കാണ് കടന്നു വരുന്നത്. 2 മക്കളുള്ള കുടുംബത്തിൽ ഒരു കുഞ്ഞിന് മാത്രം സ്നേഹം കൂടുതൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. 2 മക്കളുണ്ടെങ്കിൽ 2 പേരെയും ഈക്വലായിട്ട് സ്നേഹിച്ചു തുടങ്ങുക. അത് അച്ഛനും അമ്മയും പരിശീലിക്കേണ്ടതാണ്. മൂത്ത മകൻ്റെ നന്മകൾ ഇളയ മകൻ്റെ മുന്നിൽ വെച്ച് പൊക്കിപ്പറഞ്ഞ് ഇളയ മകൻ തീരെ കൊള്ളരാത്തനാണെന്ന് പറയുക, അല്ലെങ്കിൽ ഇളയ മകൻ്റെ നന്മകളെല്ലാം പൊക്കിപ്പറഞ്ഞ് ഈ മൂത്ത മകൻ കൊള്ളരാത്തനാണെന്ന് പറയുക. ഒരു കളിപ്പാട്ടം വാങ്ങിക്കുമ്പോൾ മൂത്ത മകൻ എന്നുള്ള കൺസിഡറേഷനിൽ ആദ്യത്തെ കുട്ടിക്ക് ഏറ്റവും വില കൂടിയ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കുക, രണ്ടാമത്തെ കുട്ടിക്ക് കുറഞ്ഞത് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നേരെ വിപരീതമായിട്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു കളിപ്പാട്ടം എടുക്കാനായിട്ട് കൊതിയോടുകൂടി ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കിടയിൽ അവൻ്റേത് എടുക്കണ്ട, അങ്ങനെ ഇത് വയ്ക്കുക. ഭക്ഷണത്തിലാണെങ്കിലും വേർതിരിവ് കാണിക്കുക, സ്നേഹത്തിൽ വേർതിരിവ് കാണിക്കുക, വസ്ത്രത്തിൽ വേർതിരിവ് കാണിക്കുക. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഈ കുട്ടികൾക്കിടയിൽ ഒരാളെ ശത്രുവായിട്ട് കാണുന്നൊരു സാഹചര്യം ഉണ്ടാവും. നമുക്കറിയാം, വിത്തിട്ട് മുള പൊട്ടുമ്പോഴാണ് വളവിടേണ്ടത്, അല്ലാതെ അത് വളർന്ന് വലുതായി ഒരു മരമായി കഴിയുമ്പോഴല്ല അതിനെ വളവരേണ്ടത്. എന്താണെങ്കിലും കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ദിനം പ്രതി കൂടി വരികയാണ്. ഇപ്പോൾ അഫാന്റെ കേസിന് ശേഷം കേരളം തന്നെ ഞെട്ടുന്ന രീതിയിൽ സ്വന്തം അമ്മയും സഹോദരനെയും വെട്ടിക്കൊലപ്പെടുത്തുന്നൊരു, അത് വെറുതെ കൊല്ലുകയല്ല രാഹുൽ ചെയ്തിട്ടുള്ളത്. സഹോദരനെ ആക്രമിച്ച് കഴുത്തിൽ തോർത്തു മുറുക്കി നിലത്തിട്ട് കഴുത്തിൽ ചവിട്ടി മരണം ഉറപ്പാക്കുന്നു. തടയാൻ വന്ന അമ്മയെ പല തവണ മുഖത്തടിച്ച് അമ്മയുടെ മുഖത്തു നിന്ന് രക്തം വരുമ്പോൾ ആ അമ്മയെ കയ്യിൽ കറക്കി ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുന്നു. പിന്നീട് ആ മൃതദേഹങ്ങൾ ഒരു വലയിട്ട് മൂടി പുറത്തു പോയി ഇറച്ചി മേടിച്ച് കൊണ്ടുവന്ന് ആ ഇറച്ചി വെട്ടിമുറിച്ച് കറി വെച്ച് കഴിക്കുന്നു. ഒന്നും സംഭവിക്കാതെ പോലെ 2 ദിവസം നടക്കുന്നു. ദുർഗന്ധം വരുമ്പോൾ വീട്ടിനുള്ളിൽ നിന്ന് ആ മൃതദേഹം മാറ്റി കുഴിച്ചിടുന്നു. അതിൽ നിന്ന് തന്നെ ആ അമ്മയോടും ആ സഹോദരനോടുമുള്ള ആ കൊലയാളിയായ സജി എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിലെ പക ചിന്തിക്കണം. സ്വന്തം അമ്മ, സ്വന്തം സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഇറച്ചിക്കറി മേടിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നും സംഭവിക്കാതെ നടക്കുന്നു. ഞാനതാണ് പറഞ്ഞത്, വേർതിരിവാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അഫാൻ്റെ വിഷയത്തിൽ സംഭവിച്ചത് വേർതിരിവല്ല, അഫാൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ അമിതമായ ചെലവുകൾ, അതുമൂലമുണ്ടായ കടം, അത് തീർക്കുവാനായിട്ട് മുത്തമ്മ പണം ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നത്, അതുപോലെ തന്നെ അപ്പൻ്റെ ജ്യേഷ്ഠൻ. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ മാനസിക വിഷയങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും കേരളത്തെ ഞെട്ടിക്കുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിലുള്ള പല
കൊലപാതകങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത്.